ഹായ് ഫ്രണ്ട്സ്, കുക്ക് വിത്ത് ആശാനായരിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം കണ്ടില്ലേ, നമ്മൾ എന്താ എടുത്തു വെച്ചിരിക്കുന്നത്? കടലയാണ്. അപ്പം നമ്മൾ ഇന്നൊരു ചന മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത്, നമ്മുടെ ഓവർനൈറ്റ് മീൻസ് ഒരു 6 to 8 hours അറ്റ്ലീസ്റ്റ് നമ്മളിത് സോക്ക് ചെയ്യണം. അപ്പം ഇനി ഇതിന് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ കടല പ്രഷർ കുക്കറിലോട്ട് ഇട്ടു. പിന്നെ അതിൽ ഒരു ചെറിയ ടീസ്പൂണ് ഉപ്പും ആഡ് ചെയ്യാം. എത്ര കടല ഉണ്ടായിരുന്നോ അത്രയും തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒരുപാട് വേണ്ട, നമുക്ക് ഒരുപാട് വെള്ളം എന്ന് പറഞ്ഞാൽ അതാ ഈ ഒരു ലെവലിൽ നമുക്കത് നിന്നാൽ മതി. എന്നാലേ അത് നമുക്ക് നല്ലോണം വെന്തും കിട്ടത്തുള്ളൂ. പിന്നെ വെള്ളം ഒരുപാടായാൽ പിന്നെ അത് നമുക്ക് നമ്മൾ ചന മസാലയല്ലേ ഉണ്ടാക്കുന്നത്, കറിയല്ല. അപ്പം പിന്നെ നമുക്ക് വറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പം ഇതിനെ നമുക്ക് ഒരു 5-6 വിഷില്, പിന്നെ പെട്ടെന്ന് എത്തിക്കൂടെ നമുക്ക് നല്ലവണ്ണം സ്മാഷി ആയിട്ട് നമുക്ക് വേവണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇടാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമുക്കത് ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് എത്തിക്കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ നമുക്കിതിനെ ഒരു 5-6 വിഷിലെടുത്ത് നമുക്ക് നല്ലവണ്ണം ഫസ്റ്റ് വിഷിൽ കഴിഞ്ഞിട്ട് പിന്നെ സ്ലിമ്മിലിട്ടാണ് പിന്നെ ബാക്കി ഒരു 5 വിഷിലെടുക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വിഷിൽ വന്നിട്ട് നമുക്കിതിനെ സ്ലിമ്മിലിട്ട് ഫസ്റ്റ് വിഷിൽ കഴിയുമ്പോൾ സ്ലിമ്മിലിട്ട് 5 വിഷിൽ. നമുക്ക് ചന മസാലയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു മീഡിയം സൈസ് ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു നല്ല വലിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇച്ചിരി മല്ലിയില, കരിവേപ്പില നമുക്ക് യൂസ് ചെയ്യാം, മല്ലിയില വേണ്ടാത്തവർക്ക്. പിന്നെ ഒരു വലിയ ഉള്ളി, 2 തക്കാളി, നല്ല പുളിയുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 മുളക്, അത് ഞാൻ ഗാർണിഷിങ്ങിന് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ കടല നമ്മൾ എങ്ങനെ എടുക്കുന്നത്, ഞാനിപ്പോ ഈ ഒരു ക്വാണ്ടിറ്റി ഞാൻ കണ്ടില്ല, ഈ ഒരു കപ്പ് നിറച്ച് അതിനെ വെള്ളത്തിലിട്ട്, അപ്പൊ അത് വെള്ളത്തിലിടുമ്പോൾ അത് ഡബിൾ ആവുമല്ലോ. അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ കുറച്ചിട്ടാണെങ്കിൽ നമുക്ക് അത് ഇച്ചിരിച്ച് കുറയ്ക്കാം, ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് മസാലാസ് കൂട്ടാം. ആണല്ലേ, നമ്മള് കടല ആയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, നല്ല വെന്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചിലതൊക്കെ മറ്റേ നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിമും പിന്നെ കുക്കറിന്റെ ഇതും വരും കേട്ടോ. ചില സമയത്ത് വെന്തില്ലെങ്കിൽ നമുക്ക് ആ വെള്ളം ഉണ്ട്, നമുക്ക് അതിനെ കുറച്ച് 1-2 വിഷിലൊക്കെ വേണമെങ്കിൽ കൂടുതലും എടുക്കാം. പക്ഷെ നല്ല അതിന്റെ ഒരു ലാസ്റ്റ് നമുക്ക് നല്ല സ്മാഷ് ആയിട്ട് വേവുന്ന കടലയായിരിക്കണം ഇതിന്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. ടേബിൾ സ്പൂൺ നിറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. 2 വറ്റൽമുളക്, ഒരു ചെറിയ ബേ ലീവ്സ്, സിമൺ സ്റ്റിക്സ് ചെറുതൊന്ന്, ഒരു 2-3 ഗ്രാമ്പൂവും, ഒരു 4-5 കുരുമുളകും. ആക്ച്വലി നമ്മൾ ഇതൊക്കെ ഇടുന്ന എന്തിനാണോ, നമുക്ക് ഇച്ചിരി ഗ്യാസിന്റെ ഇതല്ലേ കടല, അപ്പൊ അതുകൊണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും ചന മസാലയ്ക്ക്. കുറച്ച് കടുക്, നമ്മളൊരു വലിയ ഉള്ളി എടുത്തായിരുന്നു, അതിന്റെ 3/4 ഉള്ളി ഞാൻ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയാണ് ചോപ്പ് ചെയ്തതാണ് കേട്ടോ, നല്ലോണം ക്രഷ് ചെയ്തെടുത്തതാണ്. 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ കടലയിൽ ഇട്ടായിരുന്നു, ഞാൻ അതിപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടെ ഇതിലിടുന്നുണ്ട്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവില്ല, പക്ഷെ നല്ല റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നമ്മളിതിനെ ഇളക്കി കൊടുക്കും. ഒരു 2 ടേബിൾ ഇതേപോലെ ടീസ്പൂണ് കേട്ടോ, ചെറിയ ടീസ്പൂണ് കണ്ടല്ലേ, നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂണ് നിറച്ച്, 1 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് കായം. കായം ഒരുപാട് ആവില്ല, കായത്തിന്റെ ഫ്ലേവർ നമുക്ക് മുന്നിട്ട് നിൽക്കണ്ട. നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഈ ഒഴിക്കുന്നത് നമുക്ക് ബ്രൗൺ ആവണ്ട, പക്ഷെ നല്ല ആ റോസ് സ്മെല്ലൊക്കെ മാറി ഇതുപോലെ നമുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലാസ്, ടൊമാറ്റോ, 2 ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്തതായിരുന്നു, അരച്ചതല്ല. അപ്പം നല്ലൊന്നൊന്ന് മിക്സ് ചെയ്ത് ഇനി ഇത് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഞാൻ പറഞ്ഞത് സ്ലോ കുക്കിംഗ് ആണ്.
ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം. അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇളക്കി ചെയ്യാം. അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇത് വരട്ടിയെടുക്കണം. നല്ല മസാല വരണ്ട് വന്നിട്ടുണ്ട്, എണ്ണയെല്ലാം കണ്ടില്ലേ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 2 to 3 minutes വേണം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അടുത്ത് നിന്ന് ചെയ്യണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേവിച്ചു വെച്ച കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇത്രയും നേരം മസാല വരട്ടാണോ ഒന്നിനും നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ടില്ല. ആ തക്കാളിയിലെ വെള്ളം ഇട്ടാണ് നമ്മൾ വരട്ടിയെടുത്തത്. നല്ലൊരു മിക്സ് കൊടുക്കാം. നമുക്ക് ഈ ഇത്രയും വെള്ളം നമുക്കിതിൽ വേണം, എന്നാലേ ഇതിൽ കിടന്ന് നമ്മളെ കടല വേവുമ്പം ആ മസാലയൊക്കെ ഇതിൽ പിടിക്കത്തുള്ളൂ. ഫ്ലെയിം ഞാൻ ഹൈ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം. ഈ വെള്ളം മൊത്തം നമുക്ക് വറ്റിച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഉപ്പ് നമ്മൾ നോക്കണം. ഇച്ചിരി കുറവിൽ നിന്നാൽ മതി. എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് ആ ഉപ്പിന്റെ ലെവലും നമുക്ക് കുറയുമല്ലോ. പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്കത് നോക്കാം. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യണം. അപ്പൊ നമ്മളിതിനെ അടച്ചു വെക്കണം. വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം. ഞാനാണെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്. ഒരുപാട് ഹൈയും അല്ല, പിന്നെ ഒരുപാട് ലോയും അല്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കുന്ന. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒന്ന് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇച്ചിരി ഉപ്പ് കുറവാണ്. ഒരുപാട് വെള്ളം നമ്മളതിൽ വറ്റിയില്ലായിരുന്നോ. അപ്പൊ ഇനി ഒരു ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഈ സ്റ്റേജിലാണെങ്കിലും കറി എടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോറിന് പുട്ടിന് ഒക്കെ വേണമെങ്കിൽ നമുക്കത് എടുക്കാം. പക്ഷെ ഇന്ന് നമുക്ക് മസാലയല്ലേ ഉണ്ടാക്കുന്ന, ഡ്രൈ മസാല ചന. അപ്പൊ അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഫ്രഷ്ലി ക്രഷ്ഡ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എരിയൊക്കെ നമ്മളെ ഇതിന് നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തില്ലെങ്കിൽ അത് ചെറുതാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല. അടച്ചു വെച്ച് കുറച്ചുകൂടെ നമുക്കൊന്ന് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നല്ലേ നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ നല്ല ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടി തട്ടി ഇളക്കി കൊടുത്താൽ മതി. നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം നമുക്ക് അപ്പൊ ഇത്രയും ഡ്രൈ ആക്കാനായിരുന്നു. നമുക്ക് ഡ്രൈ ചന മസാല കടല അടിപൊളിയായിട്ട്. അപ്പൊ ഇനി ഇതിൽ നമുക്ക് വേറെ ഒന്നും ഇടാനില്ല. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി മല്ലിയില മാത്രം. അപ്പൊ ഞാൻ മല്ലിയില ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ബാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു 2 പച്ചമുളക് പിന്നെ കുറച്ചു നേരം നമുക്ക് മല്ലിയുടെ ഫ്ലേവറൊക്കെ അതിലൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കതിനെ സെർവ് ചെയ്യാം. അപ്പൊ എല്ലാവരും കണ്ടല്ലോ, നമ്മൾ അടിപൊളിയായിട്ടൊരു ചന മസാല റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് നമ്മളെ ബെല്ലൊന്ന് പ്രസ് ചെയ്തിരിക്കണം. അപ്പം ഓൾ എന്നുള്ള ഇതിൽ തന്നെ. അപ്പം എല്ലാ പുതിയ അപ്ഡേറ്റ്സ് പെട്ടെന്ന് അറിയാൻ പറ്റും. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കുക്ക് വിത്ത് ചാനലിൽ നമുക്ക് ഉടനെ കാണാം.